സോ ഈ അമ്മമാർക്ക് ഡെലിവറിക്ക് ശേഷം വെള്ളപ്പൊക്ക് ചിലപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് കാണും. അപ്പോൾ അവർക്ക് ഒരു ഡയലമി, അത് ഡോക്ടറിനെ കാണിക്കണം, ഒരു ഓക്കെ ഇപ്പോൾ അഡ്വൈസസ് കേൾക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര നോർമലായിട്ടാണ് അവർ പറയാം. വോട്ട് ഡു യു തിങ്ക് മാം, അത് എപ്പോഴാണ് അവർ ആക്ച്വലി അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇപ്പോൾ സ്ത്രീകൾക്ക് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് ഒരു ലിമിറ്റ് വരെ നോർമലാണ്. അപ്പോൾ നമുക്ക് ഓവുലേഷൻ ടൈമിൽ, അതായത് പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ യൂഷ്വലി ഒരു വജൈനൽ ഡിസ്ചാർജ് എല്ലാവർക്കും ഉണ്ടാവും. ദാറ്റ് ഷോസ് ഷീസ് ഓവുലേറ്റിംഗ്. ആ ഓവുലേഷൻ ടൈം കഴിയുമ്പോൾ ആ ഡിസ്ചാർജ് നോർമലായിട്ട് കുറയും. പക്ഷേ എപ്പോഴാണ് ഇത് അബ്നോർമൽ ആകുന്നതെന്ന് വെച്ചാൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പീരീഡ് കഴിഞ്ഞ് തൊട്ട് നെക്സ്റ്റ് പീരീഡ് വരെ കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജിന് ഇച്ചിങ്, അസോസിയേറ്റഡ് ഇച്ചിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മെല്ലുണ്ടെങ്കിൽ, കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അത് ചെക്കപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ വജൈനൽ എക്സാമിൻ ചെയ്യുമ്പോൾ, ഒരു ഡോക്ടറെ എക്സാമിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് എന്ത് ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പം പല കോസസ് കൊണ്ട് ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ടാകാം. എസ്പെഷ്യലി വജൈനൽ ഡിസ്ചാർജിന് കോമണസ്റ്റ് കോസാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പോൾ പോസ്റ്റ് ഡെലിവറി ഫംഗൽ ഇൻഫെക്ഷൻസ് ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഡയബറ്റിക് ആയിട്ടുള്ള മദേഴ്സിന് നമുക്ക് പോസ്റ്റ് ഡെലിവറി ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. പ്രഗ്നൻസി സമയത്തും വരാറുണ്ട്. അവർക്ക് കേർഡി വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇച്ചിങ് അസോസിയേറ്റഡ് ആയിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. പിന്നെ പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി ബാക്ടീരിയൽ വജൈനോസിസ്, ഗാർഡനില ഇൻഫെക്ഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും ഈ സമയത്ത് സ്ത്രീകളിൽ കാണാറുണ്ട്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, ആൻറ്റി ഫംഗൽ ആണെങ്കിൽ ഫംഗൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ചിലപ്പോൾ ലോക്കലി അപ്ലൈ ചെയ്യുന്ന ക്രീംസും വാഷും ഒക്കെ മതിയായിരിക്കും. പിന്നെ ചിലർക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ് ട്രീറ്റ്മെൻറ്റ് പിന്നെയും 1 വീക്ക് കഴിഞ്ഞ് പിന്നെയും ഡിസ്ചാർജ് വരും. അതായത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഡിസ്ചാർജ് മാറാതെ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഗൈനക്കോളജിക്കൽ സ്പെക്കുലർ എക്സാമിനേഷനിലൂടെ സെർവൈക്കൽ ലീഷൻ, അതായത് ഗർഭാശയ മുഖത്തിലൊരു അൾസർ കാണാൻ സാധിക്കും. അത് നമുക്ക് എക്സാമിൻ ചെയ്താലേ കാണുള്ളൂ. ഈ സെർവൈക്കൽ ഇറോഷൻ അല്ലെങ്കിൽ അൾസറിന് സ്പെസിഫിക്കലി വേറെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എനർജി ബേസ്ഡ് ഡിവൈസസ് അല്ലെങ്കിൽ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയിൽ കൂടെ നമുക്ക് ആ കണ്ടീഷൻ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ സർവീസിലുള്ള അൾസറിനെ നമ്മൾ ജെറ്റ് പ്ലാസ്മ എന്ന ട്രീറ്റ്മെൻറ്റിൽ കൂടെ ചെയ്യുമ്പോൾ ആ അൾസർ ഫുള്ളായിട്ട് ഹീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ അൾസർ ഫുള്ളായിട്ട് ഹീൽ ചെയ്താൽ വെള്ളപ്പൊക്കം ഡിസ്ചാർജ് പൂർണ്ണമായിട്ട് നിൽക്കും. അപ്പോൾ ജെറ്റ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെ വജൈനയുടെ ഉള്ളിലോട്ട് ഒരു പ്രോബ് ഉപയോഗിച്ച് അതിനകത്തോട്ട് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ അൾസർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ കോട്ടറി ട്രീറ്റ്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് കോട്ടറിക്ക് പകരം ഈ അൾസറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് ജെറ്റ് പ്ലാസ്മ. അപ്പോൾ അതിന് സെർവൈക്കൽ ഇറോഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പല സ്ത്രീകൾക്കും ഇത് ഭയങ്കര കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇൻഫെക്ഷൻ വരുമ്പം അവർ മരുന്ന് കഴിച്ചു, ആൻറ്റിബയോട്ടിക്, ആൻറ്റിഫംഗൽ കഴിച്ചു, പിന്നെയും 2 വീക്സ് കഴിഞ്ഞ് പിന്നെയും കഴിച്ചു. അങ്ങനെ റിക്കറൻ്റായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അവർ ഹൈജീൻ ശ്രദ്ധിക്കാത്തതാണ്. പിന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, നമുക്കോ നമ്മുടെ പാർട്ട്ണറിനോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് വരാം. അപ്പം ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെക്കപ്പ് ചെയ്ത് കൺട്രോളിൽ വയ്ക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് വരുന്നത് കുറയും. പ്രത്യേകിച്ച് നമുക്കൊരു ചൈൽഡ് കെയറിങ് ഏജിൽ കൊച്ചുങ്ങളെയൊക്കെ നോക്കേണ്ട സമയത്താണ് ഇത് കൂടുതലായിട്ട് സെക്ഷൽ ഹെൽത്തിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. റിപ്പോർട്ട് ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ പല സ്ത്രീകളും അത് ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇത് സിവിയർ ഇൻഫെക്ഷനിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആൻഡ് പെർസിസ്റ്റൻറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ജെറ്റ് പ്ലാസ്മ പോലത്തെ തെറാപ്പിയിലൂടെ അത് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നമുക്ക് അവൈലബിലിറ്റി ഈസ് ദെയർ. സോ ജസ്റ്റ് ദാറ്റ് അവർ ടേക്ക് ചാർജ് ചെയ്യണം. സോ ഇപ്പോൾ പോസ്റ്റ് നേറ്റലായിട്ട് ഇപ്പോൾ അമ്മമാർ വെള്ളം കുടിക്കുന്നത് പലപ്പോഴും കുറയാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഡ്രൈ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ പറയും വേണ്ട, വെള്ളം കൂടി ഭയങ്കര കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള അമ്മമാർക്ക് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സോ ഡു യു തിങ്ക് അതിന് വേണ്ടിയിട്ട് ദേ ഹാവ് ടു അണ്ടർഗോ ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി? ഇപ്പം ഡെലിവറിക്ക് ശേഷം സ്ത്രീകൾക്കുണ്ടാകുന്നൊരു മെയിൻ പ്രശ്നമാണ് അവർ ചൈൽഡ് കെയറിൻ്റെ സമയത്ത് കൊച്ചുങ്ങളെ നോക്കുന്നതുകൊണ്ട് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നു. പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ വളരെ കോമൺ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് അതുകൊണ്ട് സ്ത്രീകളിൽ വരാറുണ്ട്. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കോസാണ് റെഡ്യൂസ് വാട്ടർ ഇൻടേക്ക്, വെള്ളം കുടിക്കുന്ന കുറയുന്നത്. സെക്കൻഡാണ് നമ്മുടെ ഹൈജീൻ കുറയുക. ഇപ്പം ചിലപ്പോൾ സെക്ഷൽ കോൺടാക്റ്റിന് മുമ്പും ശേഷമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടുണ്ടാകാം. പിന്നെ സ്ത്രീകളുടെ അനാറ്റമിയിൽ യൂറിത്ര വജൈനയുമായിട്ട് വളരെ ക്ലോസാണ്, ഷോർട്ട് യൂറിത്രയാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നത്. ഇപ്പോൾ പ്രഗ്നൻസി, പോസ്റ്റ് ഡെലിവറി, അതുപോലെ മെനോപോസ് ടൈമിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണും. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ വേറൊരു റീസണാണ് ഡയബറ്റീസ്, കൺട്രോൾ അല്ലാത്ത ഷുഗറിൻ്റെ ലെവൽസ് ബോഡിയിലുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതൽ വരും. പിന്നെ ഒബേസിറ്റി, ഓവർ വെയ്റ്റ് അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് വരും. പിന്നെ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും അടിവയറ്റിൽ വേദന ഉണ്ടാകും, യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചെറിയ ബേണിങ്, ബാക്ക് പെയിന്, പിന്നെ ചിലർക്ക് ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ യൂറിൻ ലീക്ക് ചെയ്യുന്ന മാത്രം സിംറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ യൂറിൻ ലീക്കും പുതിയതായിട്ട് വരുന്ന പലപ്പോഴും ഇൻഫെക്ഷൻ ഉള്ളവർക്കാണ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം.
യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ യൂറിൻ റുട്ടീനും യൂറിൻ കൾച്ചറും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം പല സ്ത്രീകളും യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് തന്നെത്താനെ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യാറുണ്ട്, മരുന്ന് പോയി മേടിച്ചത്. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം റിക്കറൻ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ റിക്കറൻ്റായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡീനെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. മാത്രമല്ല ഈ യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് ബാധിച്ചാൽ കിഡ്നി ഇൻഫെക്ഷൻ, പൈലോനെഫ്രൈറ്റിസ് ആയി സിവിയറായി ICUയിൽ വരെ പോകുന്ന സിറ്റുവേഷൻ പലർക്കും കാണാറുണ്ട്. അപ്പം കോസ് ഓഫ് ഡെത്ത് കോമൺ ആയിട്ട് ഒരു ഏജ് ഗ്രൂപ്പിൽ, മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ യൂറിനറി സെപ്സിസ് ആണ്. കാരണം അവർ ട്രീറ്റ് ചെയ്യാതെ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് നടന്നത് കിഡ്നിയിൽ ബാധിച്ചു, സിവിയർ സെപ്സിസിലേക്ക് പോയി. അത് പോസ്റ്റ് ഡെലിവറിയും വളരെ കോമൺ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യുക. യൂറിൻ റുട്ടീൻ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഓക്കെ. മെമ്പേഴ്സ് ശ്രാവണിയിൽ മെയിൻലി നമുക്ക് വരുന്ന സ്റ്റാഫ്സിൽ മോസ്റ്റ്ലി വിമൻ ആണ്. സോ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സംടൈംസ് കോമൺ ആണ്. ബിക്കോസ് ചൂട് കൂടിയിട്ട് ഇപ്പോൾ തെറപ്പിയൊക്കെ അവർ കണ്ടിന്യൂസ്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് മറക്കുക, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ദേ ജസ്റ്റ് ഗിവ് ദിയർ ടൈം. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള വർക്കിംഗ് പോപ്പുലേഷൻ ആയിട്ടുള്ള വിമനോട് എന്താണ് മാം? പ്രിവെൻഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ അത് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വെള്ളം കുടിക്കുക, അഡിക്വേറ്റ് വാട്ടർ ഇൻടേക്ക്. ഇഫ് നമ്മൾ നോർമലി കുടിക്കുന്നതിനേക്കാളും 1.5 ലിറ്റർ കൂടുതൽ കുളിക്കുന്നവർക്ക് 46% റിഡക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ഇൻസിഡൻസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂട്ടുക. സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിൻറ്റെയിനിങ് ബോഡി വെയ്റ്റ്. അപ്പം എക്സസീവ് വെയ്റ്റ് ഗെയിൻ ഉള്ളവർക്ക് അത് നമുക്ക് ഇൻഫെക്ഷൻസ് റേറ്റ് കൂട്ടും, കാരണം ഹൈജീൻ കുറയും. അപ്പം ഹൈജീൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തേർഡായിട്ട് അവർക്ക് ക്രോണിക് ഡിസീസസ്, ഡയബറ്റിസ്, അതുപോലെ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്യാൻസർ കെയർ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത്, പോസ്റ്റ് ഡെലിവറി, പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്, ഈ സമയത്തെല്ലാം നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലാണ്. അപ്പം അവർ പ്രത്യേകമായിട്ട് സിംറ്റംസ് ഉണ്ടെങ്കിൽ യൂറിൻ ചെക്ക് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സമയത്ത് എടുക്കുക. അപ്പോൾ റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർത്തായിട്ട് നമ്മളെപ്പോഴും പറയുന്ന റിക്കറൻറ്റ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രോബയോട്ടിക്സ് ഉണ്ട്, അവൈലബിൾ ഉണ്ട്. പ്രൊക്കാന്തോസൈനൈഡാണ് അതിനകത്തൊരെണ്ണം, ഡി മാനോസ് കണ്ടെയ്നിങ് വൈറ്റമിൻസ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി. ഈ ഇതൊക്കെ നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് റിക്കറൻറ്റ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ പറ്റും. പിന്നെ അടുത്ത ഫിഫ്ത്തായിട്ട് നമ്മൾ പറയുന്നത് വജൈനൽ ഈസ്ട്രജൻ ക്രീംസാണ്. അപ്പോൾ പലപ്പോഴും ഇച്ചിരി ഒരു എൽഡർലി ആയിട്ടുള്ള സ്ത്രീകൾക്ക്, ഇപ്പോൾ 40 ഒക്കെ ആയിട്ടുള്ളവർക്ക് ഹോർമോൺ ലെവൽസിൽ ഫ്ലക്ച്വേഷൻ വരുമ്പോഴാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഈസ്ട്രജൻ ലെവൽസ് കുറയും. അതുപോലെ മെനോപോസിലേക്ക് കയറുമ്പോൾ വജൈനൽ ഡ്രൈനസ്, ആട്രോഫി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂറിൻ ഇൻഫെക്ഷൻ പെട്ടെന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും യൂറിൻ്റെ അകത്തൊന്നും കാണത്തില്ല, യൂറിൻ കൾച്ചറൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ബേസിക്കലി വജൈനൽ ആട്രോഫി, ഡ്രൈനസ് കാരണമാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതിന് നമ്മൾ യൂറിനൽ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വജൈനൽ ഈസ്ട്രോജൻ ലോക്കലി അപ്ലൈ ചെയ്യുമ്പം നല്ല ബെനിഫിറ്റ് വരാറുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് വജൈനൽ ട്രീറ്റ്മെൻറ്റ്സ് യൂസിങ് എനർജി ബേസ്ഡ് ഡിവൈസസ്. ഇപ്പോൾ എനർജി ബേസ്ഡ് ഡിവൈസ് ലൈക്ക് ജെറ്റ് പ്ലാസ്മ തെറാപ്പി വജൈനൽ ടിഷ്യൂവിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വജൈനൽ ആട്രോഫി കുറയും, വജൈനൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ വജൈനൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുമ്പോൾ ഓവറോൾ അത് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നതും കുറയ്ക്കും. കാരണം വജൈനൽ ഹെൽത്ത് മോശമാകുമ്പോഴാണ് പലർക്കും റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. അപ്പം ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഈസ് വെരി യൂസ്ഫുൾ ഫോർ റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ. അത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന പോലെ വജൈനയുടെ ഉള്ളിലോട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. 20 മിനിറ്റ്സിൻ്റെ തെറാപ്പിയുള്ളൂ. ഓഫ് ക്ലിനിക്കിൽ വന്ന് പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോകും. ദസ് നോ ഡൗൺ ടൈം. അതിൻ്റെ അകത്ത് വേറെ റിസ്ക്കുകളും ഒന്നുമില്ല. ആൻഡ് ഇപ്പം സേഫ് ഡ്യൂറിങ് പോസ്റ്റ് ഡെലിവറി, മെനോപോസ്, ഏത് ഏജ് ഗ്രൂപ്പിലും ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ജെറ്റ് പ്ലാസ്മ പറയുമ്പോൾ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ കാരണം ഫോർ യൂറിൻ ഇൻഫെക്ഷൻ ഇസ് യൂറിൻ റിട്ടൻഷൻ. അതായത് ഇപ്പോൾ ചിലർ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്നവർ, മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ അവർ പിടിച്ച് നിൽക്കും. ഇപ്പം ടോയ്ലറ്റ് ഇവിടെ നല്ലതല്ല, അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് യൂറിൻ പാസ് ചെയ്യുന്നത്. ഇപ്പം യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഹാബിറ്റ് ഉള്ളവർക്കാണ് കൂടുതലും യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊരു ടൈം വെച്ച് യൂറിൻ റെഗുലറായിട്ട് പാസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുക. അപ്പോൾ യൂറിൻ ഹോൾഡിങ് ഒരു കാരണമാണ്. ചില സ്ത്രീകൾക്ക് ഇച്ചിരി ഒരു ഏജ് ആകുമ്പോഴത്തേക്കും ഡെലിവറിക്ക് ശേഷം യൂറിൻ അവർ ഹോൾഡ് ചെയ്യണ്ട, പക്ഷേ അവർക്ക് പ്രൊലാപ്സ് ഉള്ളതുകൊണ്ട് ചെറിയ എമൗണ്ട് ഓഫ് ബ്ലാഡർ ഡിസെൻഡ് ചെയ്തുകൊണ്ട് അവർ യൂറിൻ ഹോൾഡായിട്ട് കിടക്കും. അതായത് ഇപ്പോൾ ടോയ്ലറ്റ് പോയാലും അവർ ഫുള്ള് യൂറിൻ പാസ് ചെയ്യത്തില്ല, കുറച്ച് യൂറിനോട് കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി യൂറിനറി ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻ റിക്കറൻ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി കൺസൾട്ട് ചെയ്ത് അവർക്ക് നോക്കുമ്പോൾ അറിയാം, ഓക്കെ ഇവിടെ യൂറിൻ റിട്ടൻഷൻ ഉണ്ട്. നമുക്ക് അൾട്രാസൗണ്ടിൽ കൂടെയും പിക്കപ്പ് ചെയ്യാൻ പറ്റും ദാറ്റ് പോസ്റ്റ് വോയിഡ് യൂറിൻ കെട്ടിക്കിടപ്പുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂറിൻ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റേതായിട്ടുള്ള കറക്ഷനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്യണം.